നമസ്കാരം. ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ വലിയ തുക ചിലവാക്കണമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ ജീവൻ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി തപാൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അഥവാ RPLI. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ 1995 മാർച്ച് 24-നാണ് RPLI ആരംഭിച്ചത്. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും വനിതാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതായിരുന്നു RPLIയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇന്ന് പലരും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴിയും ലൈഫ് ഇൻഷുറൻസ് ലഭ്യമാണെന്ന കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ പദ്ധതിയെക്കുറിച്ച് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർക്കാണ് RPLI എടുക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ 19 മുതൽ 55 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് RPLI പോളിസികൾ എടുക്കാൻ കഴിയും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ പദ്ധതിയിൽ ചേരാം. എന്നാൽ പ്രായം, ആരോഗ്യസ്ഥിതി, മെഡിക്കൽ പരിശോധന ആവശ്യപ്പെടുന്ന സം അഷ്വേർഡ് എന്നിവ അനുസരിച്ച് വ്യത്യസ്ത നിബന്ധനകൾ ബാധകമാകാം. അതിനാൽ പോളിസി എടുക്കുന്നതിന് മുൻപ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നത് നന്നായിരിക്കും. RPLI ഒരേയൊരു തരത്തിലുള്ള പോളിസി മാത്രമല്ല ഉള്ളത്. ഇന്ത്യ പോസ്റ്റ് നിലവിൽ 6 തരത്തിലുള്ള RPLI പോളിസികൾ നൽകുന്നുണ്ട്. ഒന്നാമത്തേത് ഗ്രാം സുരക്ഷാ പോളിസിയാണ്. ഇതൊരു ഹോൾ ലൈഫ് അഷ്വറൻസ് വിഭാഗത്തിലുള്ള പോളിസിയാണ്. പോളിസി ഉടമയ്ക്ക് 80 വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപ് മരണപ്പെടുകയോ ചെയ്താൽ തുക സഹിതം നോമിനിക്ക് ലഭിക്കുന്നു. ചേരുവാനുള്ള പ്രായപരിധി 19 മുതൽ 55 വയസ്സ് വരെയാണ്. സം അഷ്വേർഡ് തുക കുറഞ്ഞത് 10,000 മുതൽ പരമാവധി 10 ലക്ഷം രൂപ വരെയാണ്. അടുത്തത് ഗ്രാം സന്തോഷ് പോളിസിയാണ്. ഇത് എൻഡോൺമെന്റ് അഷ്വറൻസ് വിഭാഗത്തിലുള്ള പോളിസിയാണ്. ഈ പോളിസിയുടെ പ്രത്യേകത നിശ്ചിത കാലയളവിലേക്ക്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 35, 40, 45, 50, 55, 58 അല്ലെങ്കിൽ 60 വയസ്സ് വരെ എടുത്തേക്കാവുന്ന ഒരു എൻഡോൺമെന്റ് പോളിസിയാണിത്. ഉദാഹരണത്തിന് നിങ്ങൾ 45 വയസ്സാകുന്നവരെയാണ് പോളിസി എടുക്കുന്നതെങ്കിൽ 45 വയസ്സാകുമ്പോൾ തുകയും ബോണസും നിങ്ങൾക്ക് ലഭിക്കും. ഈ പോളിസിയിൽ ചേരാനുള്ള പ്രായപരിധി 19 മുതൽ 55 വയസ്സ് വരെയാണ്. സം അഷ്വേർഡ് പോളിസി തുക 10,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ്. അടുത്തത് ഗ്രാം സുവിധയാണ്. കൺവേർട്ടിബിൾ ഹോൾ ലൈഫ് അഷ്വറൻസ് പോളിസിയാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഈ പോളിസിയെ ആദ്യം ലൈഫ് പോളിസിയായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ പോളിസി എടുത്ത 5 വർഷത്തിന് ശേഷം ഇത് എൻഡോൺമെന്റ് പോളിസിയായി മാറ്റുവാൻ അവസരമുണ്ട്. ഇതിൽ ചേരുവാനുള്ള പ്രായപരിധി 19 മുതൽ 45 വയസ്സ് വരെയാണ്. 10,000 മുതൽ 10 ലക്ഷം വരെയുള്ള പോളിസി തുക നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചേരാം. അടുത്തത് ഗ്രാം സുമംഗളാണ്. ഇത് ആൻറ്റിസിപ്പേറ്റഡ് എൻഡോൺമെന്റ് അഷ്വറൻസ് ആണ്. ഈ പോളിസിയുടെ പ്രത്യേകത, ഇടയ്ക്കിടെ പണം തിരികെ ലഭിക്കുന്ന ഒരു മണി ബാങ്ക് പോളിസിയാണ്. നിശ്ചിത വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സർവൈവൽ ബെനഫിറ്റായി തുകകൾ ലഭിക്കും. പോളിസി കാലാവധി 15 വർഷം അല്ലെങ്കിൽ 20 വർഷമാണ്. സം അഷ്വേർഡ് പരമായി 10 ലക്ഷം രൂപ വരെയാണ്. അടുത്തത് ഗ്രാം പ്രിയ പോളിസിയാണ്. 10 ഇയർ RPLI പോളിസിയാണ്. ഗ്രാമീണർക്കായുള്ള ഒരു ഹ്രസ്വകാല മണി ബാങ്ക് സ്കീമാണിത്. 10 വർഷമാണ് ഇതിൻ്റെ കാലാവധി. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുള്ള സമയത്ത് പ്രീമിയം അടക്കുന്നതിൽ 1 വർഷം വരെ ഇളവ് ലഭിക്കാറുണ്ട്. 20 മുതൽ 45 വയസ്സ് വരെയാണിത്. ഇതിൻ്റെ പ്രത്യേകത, പോളിസി ഉടമകളായ മാതാപിതാക്കളുടെ കുട്ടികൾക്കായി നൽകുന്ന ഇൻഷുറൻസ് ആണിത്. ഇതിൽ കുട്ടികൾക്ക് മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. മാതാപിതാക്കളുടെ പ്രായം 45 വയസ്സിൽ താഴെ ആയിരിക്കണം. പരമാവധി 2 കുട്ടികൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ആവശ്യത്തിനും സാമ്പത്തിക സാഹചര്യത്തിനും അനുസരിച്ച് വിവിധ തരത്തിലുള്ള പോളിസികളിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഏത് പോളിസിയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അതിൻ്റെ പ്രീമിയം, മെച്യൂരിറ്റി, ബോണസ്, സർവൈവൽ ബെനഫിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. RPLIയുടെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ കാര്യം ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആണ്. പോളിസി ഉടമയ്ക്ക് മരണം സംഭവിച്ചാൽ പോളിസിയുടെ നിബന്ധനകൾക്ക് വിധേയമായി സം അഷ്വേർഡിനും ലഭിച്ചിട്ടുള്ള ബോണസിനും ചേർന്ന തുക നോമിനിക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഒരുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം മെച്യൂരിറ്റി ബെനഫിറ്റ് ആണ്. ചില RPLI പോളിസികളിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ പോളിസി കണ്ടീഷൻ അനുസരിച്ച് മെച്യൂരിറ്റി എമൗണ്ട് പ്ലസ് അഷ്വേർഡ് ബോണസ് പോളിസി എടുത്ത ആൾക്ക് തന്നെ ലഭിക്കുന്നു. മൂന്നാമത്തെ കാര്യം ബോണസ് ആണ്. ഇന്ത്യ പോസ്റ്റ് വ്യക്തമാക്കുന്ന പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ലോ പ്രീമിയം ആൻഡ് ഹൈ ബോണസ് എന്നത്. എന്നാൽ ബോണസ് നിരക്കുകൾ പോളിസി തരത്തിനും നിലവിലെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കും അനുസരിച്ചായിരിക്കും. നാലാമത്തെ കാര്യം ലോൺ ഫെസിലിറ്റിയാണ്. യോഗ്യമായ ചില പോളിസികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ലോൺ ഫെസിലിറ്റി ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പോളിസി എടുക്കുമ്പോൾ എത്ര പ്രീമിയം എന്ന് മാത്രം നോക്കാതെ ലോൺ സറണ്ടർ, മെച്യൂരിറ്റി, ബോണസ് തുടങ്ങിയ കാര്യങ്ങളും മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രായം, ആവശ്യപ്പെടുന്ന ഇൻഷുറൻസ് എമൗണ്ട്, പോളിസി ടൈപ്പ് എന്നിവ അനുസരിച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരം വാങ്ങുക. 1 മാസം പ്രീമിയം അടക്കാൻ മറന്നാൽ പിന്നീട് അടയ്ക്കാൻ സാധിക്കും.
സബ്സീക്വന്റ് മന്തിൽ പ്രീമിയം അടക്കുമ്പോൾ പ്രീമിയത്തിന്റെ 1% പെർ മന്ത് മിനിമം ഫൈൻ ബാധകമാകാം. തുടർച്ചയായി പ്രീമിയം അടക്കാതെ പോയാൽ പോളിസി ലാപ്സ് ആകാനും സാധ്യതയുണ്ട്. പോളിസിയുടെ കാലാവധി തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് 6 മാസം അല്ലെങ്കിൽ 12 മാസം പ്രീമിയം അടക്കാതെ പോയാൽ പോളിസി ലാപ്സ് ആകും. നിബന്ധനകൾ പാലിച്ച് പിന്നീട് റിവൈവൽ ചെയ്യാനും സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നോമിനേഷൻ. RPLIയിൽ പരമാവധി 3 പേരെ നോമിനിയായി ചേർക്കാൻ കഴിയുമെന്ന് ഇന്ത്യ പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. നോമിനി ശരിയായി ചേർക്കുന്നത് പിന്നീട് ക്ലെയിം സമയത്ത് കുടുംബത്തിന് വലിയ സഹായമാണ്. അതിനാൽ പോളിസി എടുക്കുമ്പോൾ നോമിനി വിവരങ്ങൾ കൃത്യമായി നൽകുക. ഇനി 2026-ൽ RPLI പോളിസിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി PLI, RPLI പ്രീമിയം പേയ്മെന്റിന് കൂടുതൽ ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇന്ത്യ പോസ്റ്റ് കസ്റ്റമർ പോർട്ടലിൽ ഓൺലൈൻ പ്രീമിയം പേയ്മെന്റ് സൗകര്യം ലഭ്യമാണ്. കൂടാതെ നാച്ച് ഫെസിലിറ്റി ഉപയോഗിച്ച് നിശ്ചിത തീയതികളിൽ പ്രീമിയം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡിഡക്ഷൻ ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. അതുകൊണ്ട് പ്രീമിയം പേയ്മെന്റ് മറന്നുപോകുന്നവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് സഹായകരമായേക്കും. RPLI എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി വഴി അന്വേഷിക്കാം. കൂടാതെ ഇന്ത്യ പോസ്റ്റിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്വോട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിക്കാനുള്ള സൗകര്യവും നിലവിലുണ്ട്. അപേക്ഷിക്കുമ്പോൾ സാധാരണയായി ആവശ്യമായ ഏജ് പ്രൂഫ്, ഐഡന്റിറ്റി, അഡ്രസ് പ്രൂഫ്, മറ്റാവശ്യമായ രേഖകൾ എന്നിവ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. എന്നാൽ പ്രീമിയം, ബോണസ്, മെച്യൂരിറ്റി, എമൗണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ എലിജിബിലിറ്റി തുടങ്ങിയവ ഓരോ പോളിസിയുടെയും നിലവിലെ നിബന്ധനകൾ അനുസരിച്ച് മാറാം. അതിനാൽ പോളിസി എടുക്കുന്നതിന് മുൻപ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിലവിലെ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.